എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 26-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല. വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു. നീചന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവെ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ. രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും. അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്. അവരുടെ വലതു കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. സങ്കീർത്തനം 26-ാം അധ്യായം സത്യസന്ധതയെയും വിശ്വാസത്തെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ചിന്താവിഷയം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥനയായ സങ്കീർത്തനം 26 ഒരു വിശ്വാസിയുടെ നീതീകരണത്തിനായുള്ള ആഗ്രഹത്തെയും ദൈവമുമ്പാകെ സത്യസന്ധതയോടെ ജീവിക്കാനുള്ള ആ വ്യക്തിയുടെ തീക്ഷ്ണമായ ആഗ്രഹത്തെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിന് ചേർന്ന ജീവിത രീതി അവലംബിച്ച ദാവീദ് തൻ്റെ ഹൃദയവും മനസ്സും പരിശോധിക്കാൻ പിതാവായ ദൈവത്തെ ധൈര്യപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് പാപമില്ലാത്ത ബോധത്തെക്കുറിച്ചുള്ള ഒരു അഹങ്കാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും സത്യത്തിലും അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ വഴികളോടുള്ള പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ സ്ഥിരീകരണമാണ്. ആന്തരികമായ ശുദ്ധിയുടെ പ്രാധാന്യത്തെയും ദൈവത്തിൻ്റെ നിലവാരത്തിൽ, ദൈവത്തിൻ്റെ യാർഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ്, അതിൽ കുറവ് വരുന്ന യാതൊരു കാര്യവും എന്തിരുന്നാലും അത് വെളിപ്പെടുത്താനും ശുദ്ധീകരിക്കാനുമുള്ള ദാവീദിൻ്റെ തീവ്രമായ ആഗ്രഹത്തെയും ഈ വേദഭാഗം എടുത്തു കാണിക്കുന്നു. അതുപോലെ തന്നെ ദുഷ്ടന്മാരിൽ നിന്നും വഞ്ചകരിൽ നിന്നും ദുഷിച്ച പദ്ധതികളിൽ ഏർപ്പെടുന്നവരിൽ നിന്നും ദാവീദ് മനഃപൂർവ്വം അകന്നു നിന്നതായി നാം കാണുന്നുണ്ട്. അവരുമായി സഹവസിക്കാൻ വിസമ്മതിച്ചത് ഒരു കൂസലും കൂടാതെ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, പ്രത്യേകിച്ച് നമ്മളുടെ മക്കളെ, നമ്മളെ തന്നെ കൂട്ടുകാരെ പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യാം. കൂട്ടുകാരെ വിവേകത്തോടെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ
വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുള്ള സ്വാധീനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഭാഗം ഊന്നി പറയുന്നു. തെറ്റായ ബന്ധങ്ങൾ തെറ്റായ രീതിയിലേക്ക് നമ്മളെ നയിക്കുന്നു. നല്ല ബന്ധങ്ങൾ ക്രിസ്തുവുമായി നമ്മെ അടുപ്പിക്കുന്നു. ഈ നിലപാട് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനല്ല, മറിച്ച് വ്യത്യസ്തമായ ദൈവഭക്തിയുള്ള ജീവിത ശൈലി നിലനിർത്തുന്നതിനുള്ള നമ്മളുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുക. ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന അവൻ്റെ ആലയത്തെ ദാവീദ് സ്നേഹിക്കുന്നു. ഇത് കർത്താവുമായുള്ള ദാവീദിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തെയും ദൈവത്തെ പരസ്യമായി സ്തുതിക്കുന്നതിലുള്ള ദാവീദിൻ്റെ അതിയായ സന്തോഷത്തെയും പ്രതീകപ്പെടുത്തുന്നു. നാം ദാവീദിനെ പോലെ സന്തോഷിച്ച് ആർത്തുപാടി ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ് അനുദിനം. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ കാരുണ്യത്താലാണ്. അവിടുത്തെ പദ്ധതി നിറവേറ്റാനാണ്. അവിടുത്തെ പദ്ധതി വളരെ സിമ്പിളാണ്, സ്നേഹത്തിൻ്റെ പദ്ധതി. കർത്താവല്ലേ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സങ്കീർത്തനം 26 കാണുന്ന തത്വങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും അതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരം കണ്ടെത്തുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത ഒരു മനുഷ്യനായിരുന്നിട്ടും കരുണയും വീണ്ടെടുപ്പും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയറാണ്, പ്രത്യേകിച്ച് ഒരാളുടെ സ്പിരിച്വൽ ലൈഫിൽ. എന്നാൽ യേശു ഒറ്റയ്ക്ക് പാപമില്ലാത്ത ജീവിതവും ദൈവത്തിൽ സമ്പൂർണ്ണമായ വിശ്വാസവും പൂർണ്ണമായി പ്രകടിപ്പിച്ചിരുന്നു. കാരണം അവൻ ദൈവം തന്നെയാണ്. കുരിശിലെ യേശുവിൻ്റെ യാഗം നമ്മെ അകവും പുറവും ഒരുമിച്ച് ശുദ്ധീകരിച്ച ബലിയായി കർത്താവ് അർപ്പിച്ചു. നമ്മുടെ പ്രവൃത്തികളിലല്ല, മറിച്ച് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രായശ്ചിത്ത ശക്തിയിൽ അധിഷ്ഠിതമായ യഥാർത്ഥ നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ ബലിപീഠത്തെ സമീപിക്കാൻ അനുവദിക്കുന്ന ഒരു നല്ല ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിലൂടെ വിശ്വാസികൾ, അതായത് നാം ഓരോരുത്തരും ദൈവവുമായി അനുരഞ്ജനത്തിലാകുകയും സത്യസന്ധതയോടെയും ആരാധനയോടെയും ജീവിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും ചെയ്യണം. പുതിയ നിയമത്തിലുടനീളം വിശുദ്ധിക്കുള്ള വിളി മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. വിശുദ്ധിയുടെ നിലവാരം ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണെന്ന് വിശ്വാസികളായ നമ്മെ ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവമക്കളെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധരായിരിക്കാൻ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലും പ്രവൃത്തികളിലും അവൻ്റെ സ്വഭാവത്തെ നാം പ്രതിഫലിപ്പിക്കണം. ഈ അവർ എന്നുദ്ദേശിക്കുന്നത് നമ്മളാണ്. കർത്താവിൻ്റെ ആഹ്വാനം നിങ്ങളുടെ, ആ അവർ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് അബൌട്ട് അസ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് ഈ വിശുദ്ധി അത്യാവശ്യമാണ്. പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴലിൽ ജീവിക്കുന്ന ഈ ലോകത്തിൽ വിശ്വാസികളായ നമ്മൾക്ക് മാതൃകയാകാൻ ഉദ്ധരിച്ച ജീവിത വിശുദ്ധി കർത്താവിൻ്റെ തന്നെ ജീവിത വിശുദ്ധിയാണ്. യേശുക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന രണ്ടാം വരവിൻ്റെ വെളിച്ചത്തിൽ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരിക്കാനുള്ള വിളിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. പ്രിയ സഹോദരന്മാരെ, ലോകത്തെ വിധിക്കാൻ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുവാനും തൻ്റെ രാജ്യം സ്ഥാപിക്കാനും ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പുതിയ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വാസികളെ, എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ സ്വയം നാമും ശുദ്ധീകരിക്കാൻ, വിശുദ്ധരാകാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു, എന്നും പ്രോത്സാഹിപ്പിക്കുന്നു വചനത്തിലൂടെ. ഈ ശുദ്ധീകരണം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനെയും ദൈവഭക്തിയുള്ള ഒരു ജീവിതം സജീവമായി പിന്തുടരുന്നതിനെയും ദൈവത്തോടുള്ള സ്നേഹവും കർത്താവിൻ്റെ തിരിച്ചുവരവിനായുള്ള ഒരുക്കവും പ്രകടമാക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധിക്കുള്ള വിളി, പ്രിയ സഹോദരി, ഒരു മുന്നൊരുക്കമാണ്. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് കർത്താവ് ഒരുക്കിയിട്ടുള്ള നീതിയുടെ കിരീടം സ്വീകരിക്കാൻ നമുക്ക് ആ വിശുദ്ധി അനിവാര്യമാണ്. കർത്താവിന് മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ ഈ വിശുദ്ധി
അനിവാര്യമാണ്. ആ ദൈവിക ബോധ്യം നമ്മൾക്ക് ഉത്തേജനം നൽകട്ടെ. ആ ബോധ്യത്തിൽ നാം നിത്യം ജീവിക്കാൻ പരിശ്രമിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം 26 ഒരു പുരാതന ദാവീദിൻ്റെ പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന പുതിയ ഇസ്രായേൽ ജനമായ നമ്മൾക്കൊരു മാതൃകയാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലൂടെയും യേശു മാതൃകയാക്കിയ ജീവിതത്തിൻ്റെയും ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന സത്യസന്ധതയുടെയും വിശ്വാസത്തിൻ്റെയും തിന്മയിൽ നിന്നുള്ള വേർപാടിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. സങ്കീർത്തനം 26 ചിന്തിക്കുമ്പോൾ വിശ്വാസികൾക്ക് ദൈവത്തെ സ്നേഹപൂർവ്വം ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഉൾപ്പെടെയുള്ള അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിനായി ഒരുങ്ങാനും നല്ല രീതിയിൽ ഒരുങ്ങാനും ഉള്ള ഉയർന്ന നമുക്കുള്ള വിളിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 26 സന്ദേശം കാലോചിതവും ആനുകാലിക പ്രസക്തവുമാണ്. പ്രത്യേകിച്ചും രണ്ടാം വരവിൻ്റെ വെളിച്ചത്തിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ച് വിശുദ്ധിയുടെ ജീവിതം സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് ഈ സങ്കീർത്തന ഭാഗം ശക്തമായ ആഹ്വാനം നൽകുന്നു. പാപം ഒഴിവാക്കുക മാത്രമല്ല, പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കുറ്റമില്ലാത്തവരായി വിശുദ്ധിയോടെ കാണപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ നീതിയുടെ വഴികളെ സജീവമായി പിന്തുടരുകയും നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ തിരിച്ചുവരവിനായി നാം തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ സഹോദര, പ്രിയ സഹോദരി, സത്യസന്ധതയോടും വിശ്വാസത്തോടും ദൈവവുമായുള്ള കൂട്ടായ്മയോടുള്ള ആഴമായ ആഗ്രഹത്തോടും കൂടി ജീവിക്കാൻ വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പിതാവായ ദൈവം അതീവ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.